മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിൻറ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുക്കുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ MSTയുടെ മാധ്യമ വിഭാഗമായ ഇമ്പാക്റ്റും ഷാലോം TVയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേക്ഷിതൻ, അമ്മ മേരി സഹകാരിണി പ്രേക്ഷിത, അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേക്ഷിത, പ്രാണനേകിയ ആദ്യ ധീരരക്ത സാക്ഷികൾ. പ്രേക്ഷിത വഴിയിൽ ചിന്തിണമൊഴുക്കി ഇന്നും അനേകം ധീര. പ്രേക്ഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. പ്രിയ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി നാം കടുകുമണി അപ്പസ്തലോയിൽ എത്തിയിരിക്കുകയാണ് ഒരു പുതിയ വിഷയമായി. കഴിഞ്ഞ ആഴ്ച നാം കുടുംബം എങ്ങനെയാണ് പ്രേക്ഷിത കളരിയാകുന്നത് എന്ന് പഠിച്ചു. ഇന്ന് നാം ചിന്തിക്കുന്നത് പൗരോഹിത്യം, ഒരു പുരോഹിതൻ എങ്ങനെയാണ് പ്രേക്ഷിതനാകുന്നത് എന്നതാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഒരു പുരോഹിതൻ തൻ്റെ കടമകൾ നിർവഹിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ഒരു പ്രേക്ഷിതനാകുന്നത് എന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. സാറേ, ഫിലിപ്പ് ഒരു പടം വരച്ചോണ്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ ഫിലിപ്പേ? ഒന്ന് കണ്ടു കളയാം. ഇത് വളരെ ഭംഗിയായിരിക്കുന്നല്ലോ. ഈശോയും കുഞ്ഞുങ്ങളും. കണ്ടോ? ഒരു കൈയടി കൊടുക്കാം അല്ലേ? സാറേ, അപ്പൊ കുട്ടികൾ ശരിക്കും ഇതുപോലെ ഈശോയുടെ അടുത്ത് ഇരുന്നിട്ടുണ്ടോ? കുട്ടികൾ ശരിക്കും ഈശോയുടെ അടുത്ത് ഇതുപോലെ ഇരുന്നിട്ടുണ്ടോ? ഉണ്ട്. ഈശോ തന്നെ പറയുന്നില്ലേ, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരട്ടെ, സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണെന്നല്ലേ. ഈശോയുടെ അടുത്ത് ഇതുപോലെ ഇരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ട്. ആഗ്രഹമുണ്ടല്ലേ? എങ്ങനെയാണ് നമുക്ക് ഈശോയുടെ അടുത്ത് ഇരിക്കാൻ പറ്റുക? സാറേ, ദിവ്യകാരുടെ സ്വീകരണം വഴി. ദിവ്യകാരുണ്യ സ്വീകരണം വഴി, ആരാധനയുടെ സമയത്ത് നല്ലവരായി ജീവിച്ച അവസാനം സ്വർഗരാജ്യത്തിൽ. നല്ലവരായി ജീവിച്ചാൽ അവസാന സ്വർഗരാജ്യത്തിൽ. ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ലോകത്തിൽ ഈശോയുടെ പ്രതിപുരുഷന്മാരായ വൈദികരോട് നല്ല രീതിയിൽ സഹകരിക്കുമ്പോൾ, അവരെ നമ്മളെ ഏൽപ്പിക്കുന്ന ചെറിയ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് നാം ചെയ്യുമ്പോൾ, അവരെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുമ്പോൾ, തീർച്ചയായും നാം ഈശോയുടെ പ്രതിപുരുഷനായ വൈദികൻ്റെ ഒപ്പം ഇരിക്കുന്നതോടൊപ്പം ഈശോടൊപ്പം തന്നെയാണ് ഇരിക്കുന്നത്, അല്ലേ?
സാർ, അപ്പോൾ നമ്മുടെ വികാരിയച്ഛനും ഈശോയെ പോലെയാണോ? തീർച്ചയായും പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയാണ് നാം ഈശോയിൽ കാണുന്നത്. ആ ഈശോയുടെ പൗരോഹിത്യമാണ് ഓരോ പുരോഹിതനിലും ഈശോ പങ്കുവെക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. സാർ, അപ്പോൾ സഭമക്കളെല്ലാവരും ഈശോയുടെ പൗരോഹിത്യത്തിൽ അംഗങ്ങളാണെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈശോയുടെ പൗരോഹിത്യത്തിൽ നാം എല്ലാവരും അംഗങ്ങളാണ്. മാമോദിസ സ്വീകരിക്കുന്നതോടൊപ്പം ഈശോയുടെ പൗരോഹിത്യത്തിൽ നാം എല്ലാവരും അംഗങ്ങളാണ്. പക്ഷേ ഈശോ കുറച്ച് പേരെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈശോ കുറച്ച് പേരെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നുണ്ട്. അതായത് ഈശോയെപ്പോലെ ബലിയാകാനും ബലിയർപ്പിക്കാനും, കാൽവരിയിൽ ഈശോ തന്നെ ബലിയർപ്പിച്ചതുപോലെ ഈശോയുടെ ആ ബലി അനുസ്യൂതം തൻ്റെ മക്കൾക്ക് വേണ്ടി തുടർന്ന് നടത്തുവാനായിട്ട് കുറച്ച് പേരെ ഈശോ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. സാറേ, ഈ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ? ശരിയാ. എന്താ ശുശ്രൂഷ പൗരോഹിത്യം? വചന പ്രഘോഷണം, പിന്നെ ബലിയർപ്പണം, അജപാലനം. ഈ 3 ധർമ്മങ്ങളാണ് ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുന്നത്. വചന പ്രഘോഷണം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈശോയുടെ നാമം, ഈശോയുടെ വചനം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. തുടർന്ന് ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ബലി മറ്റുള്ളവർക്ക് വേണ്ടി ഇന്ന് ഈ ഭൂമിയിൽ അർപ്പിക്കുക. ബലിയാവുക, ബലിയർപ്പിക്കുക. ഇനി അടുത്തതാണ് അജപാലനം. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമക്കളെ തൻ്റെ ജീവിതം കൊണ്ടും നല്ല പ്രവർത്തികൾ കൊണ്ടും തൻ്റെ വാക്കുകൾ കൊണ്ടും നയിക്കുക എന്നുള്ളതാണ് അജപാലനം. ഈ 3 ദൗത്യങ്ങൾ ചേർന്നതാണ് ശുശ്രൂഷ പൗരോഹിത്യം. മനസ്സിലായോ? മനസ്സിലായി. Good. സാർ, അപ്പോൾ അച്ഛന്മാർക്ക് വലിയ സ്ഥാനമാണല്ലേ ഉള്ളത്? ഈശോ തൻ്റെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നവർക്ക് വളരെ വലിയ സ്ഥാനമാണ് നൽകുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ തിരുപ്പട്ടത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. എത്ര സമുന്നതമായ സ്ഥാനമാണ് പുരോഹിത നിനക്ക് നൽകുന്നത് എന്നാണ് ഈ വീഡിയോ നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര സമുന്നതമിന്നോ പുരോഹിത നീ വരവേറ്റ വിശിഷ്ടസ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികളായ വിളമ്പുന്ന എത്ര സമുന്നതമിന്നോ പുരോഹിത നീ വരവേറ്റ വിശിഷ്ടസ്ഥാനം. ഈ വീഡിയോയിൽ കണ്ട പാട്ട് നിങ്ങൾക്കറിയാവോ? നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പാടിയാലോ? പാടാം അല്ലേ? റെഡിയാണല്ലോ അല്ലേ? എന്നാൽ ആരാ ക്യൂ കൊടുക്കുന്നത്? ക്യൂ കൊടുത്ത് തുടങ്ങിക്കേ. ഇത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. അഗ്നിമയന്മാർ ദേവാരൂപികൾ ആയതിലത്ഭുതമാർന്നിടുന്നു. അഗ്നിമയന്മാർ ദേവാരൂപികൾ ആയതിലത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതമിന്നു പുരോഹിത നീ പരമേറ്റ വിശിഷ്ടസ്ഥാനം. അപ്പോൾ ദൈവം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശിഷ്ടമായ ഈ സ്ഥാനത്തെ വിശ്വസ്തയോടും നന്മയോടും കൂടെ പരിപാലനം ചെയ്യുക, അതിനെ പോഷിപ്പിക്കുക, ആ രീതിയിൽ ജീവിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ പുരോഹിതനുണ്ട്. എങ്കിലേ ഈശോ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം ഏറ്റവും മനോഹരമായിട്ട് പരികർമ്മം ചെയ്യാനും അതുവഴി ധാരാളം ദൈവമക്കളെ യേശുവിലേക്ക് കൊണ്ടുവരുവാനും ആ പുരോഹിതന് കഴിയൂ. ഓക്കെ. ഇനി ഒരു ചെറിയ ആക്ടിവിറ്റിയിലേക്ക് നിങ്ങളെ ഞാൻ നയിക്കുകയാണ്. നമ്മൾ പല അച്ഛന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? പല അച്ഛന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്, വികാരിച്ചന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്, കൊച്ചച്ഛന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്, ധ്യാന ഗുരുക്കന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. പല രീതിയിൽ പല അച്ഛന്മാരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ പുരോഹിതന്മാരിൽ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഗുണങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. പറ്റുമെങ്കിൽ അതൊന്ന് അവതരിപ്പിച്ച് കാണിക്കുക. ഇനി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള അച്ഛന്മാരിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ഗുണങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അത് ഏതെങ്കിലും രീതിയിലൊന്ന് അവതരിപ്പിച്ച് കാണിക്കുക. നമുക്കൊന്ന് ശ്രമിച്ചാലോ? വെരി ഗുഡ്. അപ്പോൾ ഡിസ്കഷൻ ആരംഭിച്ചോളൂ. പ്രിയ കൂട്ടുകാരെ, ഡിസ്കഷൻ കഴിഞ്ഞോ? കഴിഞ്ഞു. ലിസ്റ്റ് റെഡിയായോ? റെഡിയായി. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്താ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള അച്ഛന്മാരിൽ കണ്ട ഗുണങ്ങളാണ് ഞങ്ങൾ കുറിച്ചിരിക്കുന്നത്. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള അച്ഛന്മാരിൽ കണ്ടിട്ടുള്ള ചില നല്ല ഗുണങ്ങൾ അല്ലേ? കേൾക്കാം. ശാന്തശീലൻ, ലളിത ജീവിതം, സന്ദർഭമനുസരിച്ചുള്ള പെരുമാറ്റം, പാവങ്ങളോടുള്ള സഹിഷ്ണുത, കലാഹൃദയം, പുഞ്ചിരി, കുട്ടികളോടുള്ള മൃദുവായ പെരുമാറ്റം, സ്നേഹമുള്ളവർ, സഹായ മനോഭാവമുള്ളവർ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവർ. ഇത്രയും ഗുണങ്ങൾ നിങ്ങൾ അച്ഛന്മാരിൽ കണ്ടിട്ടുണ്ട്? വാവ്, വെരി ഗുഡ്. ഇനി അപ്പോൾ തീർച്ചയായും ഈ ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നത് അച്ഛന്മാരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങളാണല്ലേ? അതെ. ഒന്ന് കേൾക്കാം. അച്ഛന്മാർ എപ്പോഴും കുട്ടികളോട് സൗഹൃദം പുലർത്തണം. അച്ഛന്മാർ കുട്ടികളോട് സൗഹൃദം പുലർത്തണം. ആഡംബരങ്ങളില്ലാത്ത തിരുനാൾ നടത്തണം. ഓക്കെ. അച്ഛന്മാർ കുറച്ചുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം. പാവപ്പെട്ടവരോട് കരുണയുള്ളവരാകണം അല്ലേ? തിന്മയ്ക്കെതിരെ പോരാടുന്നവരാകണം. കുട്ടികളെ സ്നേഹിക്കുന്നവരാകണം. സ്വന്തം ജീവിതത്തിലും അജപാലനത്തിലും ആഡംബരം ഒഴിവാക്കണം. വളരെ ഭംഗിയായി നിങ്ങളും നിങ്ങളുടെ ലിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി നാം പഠിക്കുന്നത് അച്ഛന്മാരുടെ പ്രധാന ദൗത്യങ്ങളാണ്. അവരുടെ അജപാലനത്തിൽ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയിൽ അവർ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട 3 ദൗത്യങ്ങളെക്കുറിച്ചാണ് നാം ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണത്? പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. ഈ 3 ആശയങ്ങളാണ്. ഇതൊരു വർക്കായിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഈ 3 ആശയങ്ങളെക്കുറിച്ചും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ബൈബിൾ വാചകങ്ങൾ, വിശുദ്ധ വചനങ്ങൾ കിട്ടിയാൽ അത് ഉപയോഗിക്കുക. എന്നിട്ട് ഈ തീമിനെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഒന്ന് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചേ. ഓക്കെ? ഓക്കെ, പ്ലീസ് ഡിസ്കസ്. അപ്പം ഞാൻ കണ്ടായിരുന്നു പുറത്ത് നിങ്ങൾ വളരെ തീവ്രമായിട്ട് ഈ പോയിന്റുകളൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെ എഴുതി റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ ആരംഭിച്ചാലോ? ആദ്യമായിട്ട് പഠിപ്പിക്കുക എന്ന തീം ആരാ തയ്യാറാക്കിയിരിക്കുന്നത്? ഓക്കെ. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു.
മാർക്കോസ് 3:14-15 വരെ. അപ്പോൾ പഠിപ്പിക്കുക എന്ന ഒരു ആശയത്തെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗമാണ് അല്ലേ? തന്നോട് കൂടി ആയിരിക്കാനും പഠിപ്പിക്കാനുമാണ് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ഓക്കെ. വചന പ്രഘോഷണം, കുടുംബ കൂട്ടായ്മകളിലെ സന്ദേശങ്ങൾ, പരിശീലന ക്ലാസുകൾ, ധ്യാന പ്രസംഗങ്ങൾ, ജീവിത മാതൃക, വിശ്വാസികളോടും അവിശ്വാസികളോടുമുള്ള സുവിശേഷ പ്രഘോഷണം, തിരുസഭയുടെ പ്രബോധനങ്ങൾ വിശുദ്ധീകരിച്ച് കൊടുക്കുക. അപ്പോൾ വളരെ വ്യക്തമായ കുറേ പോയിന്റുകൾ നിങ്ങളുടെ ഡിസ്കഷനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത തീമിലേക്ക് കിടക്കാം. എന്താണത്? വിശുദ്ധീകരിക്കുക അല്ലേ? എങ്ങനെയാണ് പുരോഹിതൻ തൻ്റെ ജനത്തെ വിശുദ്ധീകരിക്കുന്നത്? അതിനെക്കുറിച്ച് ആരാ തയ്യാറാക്കിയിരിക്കുന്നത്? ഓക്കെ, വായിച്ചോളൂ. വിശുദ്ധീകരിക്കുക. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. ഹെബ്രായർ 5:1. വിശുദ്ധ കുർബാനയുടെ അർപ്പണം, കൂദാശ പരികർമ്മം ചെയ്യുന്നു, വെഞ്ചരിപ്പ് പ്രാർത്ഥനകൾ, വാർഷിക ധ്യാനങ്ങൾ, അനുതാപ ശുശ്രൂഷകൾ. വിശുദ്ധീകരിക്കുന്ന പുരോഹിതൻ. ഒരു പുരോഹിതനാണ് പലപ്പോഴും നമ്മുടെ വീട് വെഞ്ചരിക്കുക. അതൊരു കൂദാശയല്ല, പക്ഷേ പ്രധാനപ്പെട്ട പല കൂദാശകളും അല്ലേ? അനുരഞ്ജനം, വിശുദ്ധ കുർബാന, മാമോദീസ, സ്ഥൈര്യലേപനം, അതോടൊപ്പം തന്നെ രോഗീലേപനം, ഇവ കൂദാശകളെല്ലാം നമുക്ക് നൽകി നമ്മളെ ആധ്യാത്മികമായി വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ് പുരോഹിതൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. എന്താണത്? നയിക്കുക. ആരാ തയ്യാറാക്കിയിരിക്കുന്നത്? ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. യോഹന്നാൻ 10:11. നല്ല ഇടയൻ. ഒരു ഇടയൻ എങ്ങനെയാണോ ആടുകളെ നയിക്കുന്നത് അതുപോലെ തൻ്റെ മക്കളെ, തൻ്റെ ദൈവജനത്തെ നയിക്കണമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈശോ പുരോഹിതന്മാരോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ. ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തിൻ്റെ ഉന്നമനത്തിനായി അക്ഷീണം യത്നിക്കുന്നു. എല്ലാവരെയും ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. വഴിതെറ്റിപ്പോയവരെ കണ്ടെത്തി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. സഭയ്ക്കും സമൂഹത്തിനും നന്മ വരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഭക്തസംഘടനകൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് വിശ്വാസികളെ സഭാ നേതൃത്വത്തിലേക്ക് ഉയർത്തുന്നു. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ആടിൻ്റെ ചൂരുള്ള ഇടയനാകാൻ, ആടിൻ്റെ മണം ഉള്ള ഇടയനാകാൻ. ആടിൻ്റെ മണം ഒരു ഇടയന് കിട്ടണമെങ്കിൽ എപ്പോഴാണ് കിട്ടുക? എപ്പോഴും ആടിൻ്റെ കൂടെ സഹവസിക്കണം അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു വീഡിയോ വല്ലതും കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് ഈ രാജസ്ഥാനിലൊക്കെ ആട്ടിടയന്മാർ ആടുകളെ മേയ്ക്കുന്നതെന്ന്? കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു തമ്പടിച്ചൊരു ടെൻ്റ് അടിച്ച് ആടിൻ്റെ കൂടെ കിടക്കുകയാണ്. ആടിൻ്റെ കൂടെ കിടന്നുറങ്ങി അതിനെ പരിപാലിച്ച് അതിനെ പോഷിപ്പിച്ച് അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നാച്ചുറലായിട്ടും അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ആടിൻ്റെ മണം തന്നെയാണ് ആട്ടിടയനം. അപ്പോൾ ഓരോ പുരോഹിതനോടും മാർപ്പാപ്പ ആവശ്യപ്പെടുന്നത് എന്താ? എത്രമാത്രം ജനങ്ങളോട് അടുത്ത് നിൽക്കാവോ, ദൈവജനത്തോട് അടുത്ത് നിൽക്കാവോ, അവരുടെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും അവരിൽ ഒരാളായി അവരെ ശുശ്രൂഷിച്ച് അവരെ സ്നേഹിച്ച് അവരോടൊപ്പം ജീവിക്കാനും അവർക്ക് വേണ്ടി ബലിയാകാനാണ് ഈശോയും മാർപ്പാപ്പായും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സുന്ദരമായൊരു പാട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, ആടിൻ്റെ ചൂരുള്ള ഇടയനാകാൻ അല്ലേ? നമുക്കൊന്ന് പാടിയാലോ? ഓക്കെ. വചനം നൽകിയ ഗുരുനാഥനായി ആത്മാർപ്പണം ചെയ്ത ജീവിതങ്ങൾ, കൂദാശ തൻ പരികർമ്മത്തിലൂടെ കർത്താവിൻ വേലകൾ ചെയ്തിടുമ്പോൾ ദൈവത്തിൻ ദാസരായി തീർന്നിടുന്നു. വചനം നൽകിയ ഗുരുനാഥനായി ആത്മാർപ്പണം ചെയ്ത ജീവിതങ്ങൾ, കൂദാശ തൻ പരികർമ്മത്തിലൂടെ കർത്താവിൻ വേലകൾ ചെയ്തിടുമ്പോൾ ദൈവത്തിൻ ദാസരായി തീർന്നിടുന്നു. ആടിൻ്റെ ചൂരുള്ളൊരിടയരേ, വചനം പഠിപ്പിക്കും ഗുരുനാഥരെ, നേർവഴി കാട്ടി വിശുദ്ധീകരിക്കുവാൻ നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുരിശുമായി മുൻപേ നടന്നിടുമ്പോൾ, ആടുകൾക്കായി ജീവൻ നൽകിടുമ്പോൾ, പാപത്തിൻ പരിഹാര ബലിയണച്ച് അപ്പമായി വൈദികൻ മാറിടുമ്പോൾ അജഗണമനുദപിച്ചനുഗമിക്കും. ആടിൻ്റെ ചൂരുള്ളൊരിടയരേ,
വചനം പഠിപ്പിക്കും ഗുരുനാഥരെ, നേർവഴി കാട്ടി വിശുദ്ധീകരിക്കുവാൻ നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേർവഴി കാട്ടി വിശുദ്ധീകരിക്കുവാൻ നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അച്ഛന്മാർ ഏറ്റവും നല്ല രീതിയിൽ ഈശോയെ സേവിക്കാൻ, ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ അജഗണത്തെ സേവിക്കാൻ ഈശോ അവർക്ക് ശക്തിയും കഴിവും അനുഗ്രഹവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒത്തിരി നന്ദി.